നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പറയുന്നൊരു കാര്യമാണ് മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ എൻ്റെ ഒരു വീക്ഷണത്തിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു കുഞ്ഞിനെ മാതാവ് പിതാവ് ഗുരു ദൈവത്തിലേക്ക് എത്തിക്കുമെന്നാണോ ഇതിൻ്റെ ആപ്തവാക്യം, അതോ മാതാവ് എന്ന് പറയുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു കൺസെപ്റ്റിനെ പ്രതിനിധീകരിക്കുന്നതാണോ, പിതാവെന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു കൺസെപ്റ്റിനെ പ്രതിനിധീകരിക്കുന്നതാണോ, ഗുരു എന്ന് പറയുമ്പം അതുപോലെ ഏതെങ്കിലും കൺസെപ്റ്റിനെ പ്രതിനിധീകരിക്കുന്നതാണോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. ഞാനത് ചോദിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ മാതാവിലൂടെയുള്ള ദൈവിക ദർശനം ഇന്ന് കിട്ടുന്നുണ്ടോ എന്ന സംശയമാണ് ബയോളജിക്കലി. അതുപോലെ ബയോളജിക്കലി ജനിപ്പിച്ച പിതാവിലൂടെ ദൈവിക ദർശനം കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഗുരുക്കന്മാർ മതത്തിൻ്റെ വക്താക്കളാണ്. പൊതുവേ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നത് ക്രിസ്തീയ മതത്തിലാണോ, ഹൈന്ദവ മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ആ മതവക്താക്കളെയാണ് ഗുരുക്കന്മാരായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ആ ഗുരുക്കന്മാർ ഒരിക്കലും ഒരു ദൈവിക ദർശനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എന്താണ് ഭാരത സംസ്കാരം പറയുന്ന മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആപ്തവാക്യത്തിൻ്റെ ശരിയായ അർത്ഥം? പരമശിവശേഷ പാരമ്പര്യക്രമേണ സ്വഗുരുപാദാംബുജം യാവത് താവത് പ്രണവമി. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഗുരുജനങ്ങളെ, അമ്മമാരെ, വിശിഷ്യ അധ്യക്ഷൻ ആചാര്യൻ ശ്രീധരൻ നായർ അവർകൾ, സ്വാമി രാജേന്ദ്രാനന്ദ സരസ്വതി അവർകൾ, പുത്തൂരം സുരേഷ് ഗുരുക്കൾ, ഫാദർ സദ്ഗുരു മനോജ് ഗുരുക്കൾ, ബാക്കി എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം. മാതാ പിതാ ഗുരു, ഈ സങ്കല്പങ്ങളെക്കുറിച്ചാണ്. നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഭക്തിയുള്ളവരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആണോ? തീർച്ചയായിട്ടും. അതിനുത്തരം പറയണമെങ്കിൽ ആദ്യം ഭക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭക്തി എന്ന പേരിൽ നാം എന്തോ ഒക്കെ ചെയ്യുന്നു എന്നാണ് കരുതേണ്ടത്. അതിന് സാധാരണയായിട്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ള ഒന്ന്, സാ തു അസ്മിൻ പരമപ്രേമരൂപ. സാ തു അസ്മിൻ, തു അസ്മിൻ ഒരുമിച്ച്, സാ തു അസ്മിൻ പരമപ്രേമരൂപ. ഇവനിലുള്ള പരമപ്രേമരൂപമാണ് ഭക്തി. അവിടെ എടുത്തു പറയുന്നു, അവനിലുള്ള എന്നല്ല പറഞ്ഞ്, അസ്മിൻ, ഇവനിലുള്ള പരമപ്രേമരൂപമാണ് ഭക്തി. അവനിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനും അതും രണ്ടാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ, ഇവനിലുള്ള പരമപ്രേമരൂപമാണ് ഭക്തി. അപ്പോൾ നാം ആരോടാണ് ഭക്തി പ്രകടിപ്പിക്കേണ്ടത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, ഇവനിലാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവൻ ആരാണെന്ന് ചിന്തിക്കണം. അവിടെ ഭക്തിക്ക് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. തൻ്റെ സ്വരൂപം, സ്വസ്വരൂപത്തിൽ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. നേരത്തെ പറഞ്ഞതും ഇവനിലുള്ള പരമപ്രേമം. അപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവേണ്ടത് പുറത്തോട്ടല്ല, അകത്തോട്ടാണ്. ഈ അകത്തുള്ളതിനെ തിരിച്ചറിയുക എങ്ങനെയാണ്? ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒന്ന്, രാമായണത്തിൽ ഹനുമാൻ രാമനോട് പറയുന്ന ഒരു വിഷയമുണ്ട്. രാമനോട് പറയുന്നു, ഞാൻ എൻ്റെ രൂപത്തിൽ
ചിന്തിക്കുമ്പോൾ അങ്ങയുടെ ദാസനാണ്. ഒന്നുകൂടെ പറയുന്നു, ഞാൻ എൻ്റെ രൂപത്തിൽ, ഞാൻ എൻ്റെ, ഈ ശരീരം ഞാനല്ല, എൻ്റെ ശരീരമാണ്. അപ്പോൾ ഞാനും എൻ്റെ ശരീരവും രണ്ടാണ്. എൻ്റെ ശരീരത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങയുടെ ദാസനാണ് ഞാൻ. എന്നാൽ മനസ്സും ബുദ്ധിയുമായി താദാത്മ്യം പ്രാപിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ഒരു ഭാഗം തന്നെയായി മാറുന്നു. മൂന്നാമത് പറയുന്നു, എന്നാൽ ഞാൻ എൻ്റെ സ്വരൂപത്തിൽ ആകുമ്പോൾ അവിടുന്ന് തന്നെയാണ് ഞാൻ. ആ സ്വരൂപം എന്ന് പറയുന്നതാണ് ഞാൻ. ആ സ്വരൂപത്തിൽ ആകുമ്പോൾ അവിടുന്ന് തന്നെയാണ് ഞാൻ. ഞാനും അങ്ങും രണ്ടല്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതും, നാം ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെ നിന്നും നാം പ്രാർത്ഥിക്കുമ്പോഴും പുറത്തുള്ള ഏതോ ഒന്നിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അത് വേണ്ട എന്നല്ല, അതാണ് പ്രാഥമികമായിട്ടുള്ളത്. അതിൽ നിന്ന് ഹനുമാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഭാവത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ, സ്ഥൂല ശരീരത്തിലാണ് ഞാനും അതും രണ്ട്, സൂക്ഷ്മ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് മനസ്സും ബുദ്ധിയുമായി താദാത്മ്യം പ്രാപിച്ച് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നത്. അത് ആത്മീയതയുടെ ഉയർന്ന തലമാണ്. അതിലും ഉയർന്ന തലമാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി 9 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് നാരദീയ ഭക്തിസൂത്രത്തിൽ പറയുന്നുണ്ട്. അത് ഓരോന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പേര് മാത്രം പറയാം. ആദ്യം ശ്രവണം, ശ്രവിക്കുക, സത്സംഗങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്നുള്ള കാര്യങ്ങളെയൊക്കെ ശ്രവിക്കുക. ശ്രവണം, അത് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക, കീർത്തനം ചെയ്യുക, കീർത്തിക്കുക, അതിനെ സ്മരിക്കുക, സ്മരണം ചെയ്യുക. ശ്രവണം, കീർത്തനം, സ്മരണം. പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഒടുവിൽ സ്വസ്വരൂപാനുസന്ധാനമായ ആത്മനിവേദനം. ഭഗവാനുമായി ഒന്നായി മാറുന്ന ആത്മനിവേദനം. അതിന് തൊട്ടുമുമ്പുള്ള പടി സഖ്യമാണ്, അതിനു മുമ്പുള്ളത് ദാസ്യമാണ്. ഈ ഉയർന്ന ഓരോ പടിയിലൂടെ ഉയർന്നാണ് സ്വസ്വരൂപാനുസന്ധാനം ആകേണ്ടത്. ഇവിടെ മനോജ് ചോദിച്ചത് മാതാ പിതാ ഗുരു ദൈവസങ്കല്പങ്ങളെക്കുറിച്ച്. വലിയ തോതിൽ ചർച്ച ചെയ്യാവുന്നതും വലിയ തോതിൽ വ്യത്യസ്തങ്ങളായ മറുപടികൾ ഉള്ളതുമായ ഒന്നാണ്. ആണെങ്കിലും ഇവിടെ ചിന്തിക്കേണ്ടുന്നത്, മാതാവ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രായോഗികമായ അറിവുകളാണ്, ജ്ഞാനമല്ല. മാതാവിൽ നിന്നും എങ്ങനെ നടക്കണം, ഇരിക്കണം, അത് ചെയ്യണം, പ്രാഥമികമായ ചിട്ടകൾ, അച്ചടക്കങ്ങളാണ് മാതാവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് മാതാവ് പറഞ്ഞു തരിക മാത്രമല്ല, മാതാവിൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്യുന്നു. എങ്ങനെ മാതാവ് ഉദരത്തിൽ നമ്മെ ധരിക്കുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ ചിന്തകളാണ് ഈ കുഞ്ഞിന് ഉണ്ടാകുന്നതെല്ലാം. അമ്മയുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന വിഷയങ്ങളും അമ്മയുടെ ചിന്തകളും
എല്ലാം കുഞ്ഞിൽ സ്വാധീനിച്ച് തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് മനസ്സില്ല. ആ കുഞ്ഞിന് സബ് കോൺഷ്യസ് ഉണ്ട്, ഉപബോധ മനസ്സുണ്ട്. അത് സൈഗോട്ടായി അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി തുടങ്ങും. അത് സൂക്ഷ്മ ശരീരമാണ്. അവിടെ മുതൽ അമ്മയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അമ്മ കേൾക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാം ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൽ സ്വാധീനിച്ച് തുടങ്ങും. എപ്പോൾ കുഞ്ഞ് പുറത്ത് വന്ന് പൊക്കിൾ കൊടി മുറിക്കുന്നോ ആ നിമിഷമാണ് മനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ വ്യത്യാസം മനസ്സിലാക്കിക്കണം. അവിടെ മുതൽ മനസ്സ് ആരംഭിക്കുന്നു. അതിനു മുമ്പ് മനസ്സല്ല, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സാണ്. ആ അമ്മയിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അമ്മ അറിയുന്നതും ഒക്കെയാണ് ഈ കുഞ്ഞിൽ ആ കുട്ടിക്കാലം മുതലേ സ്വാധീനിക്കുന്നത്. അതിനുശേഷം അമ്മയിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് അച്ഛൻ ആരെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നത് അമ്മയാണ്. ആദി ഗുരു അമ്മയാണ്. അച്ഛൻ ധർമ്മത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളിൽ ബോധവൽക്കരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ച്. ആ അച്ഛനാണ് ഉത്തമ ഗുരുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നത്. അപ്പം മാതാവാണ് അടിസ്ഥാന ഗുരു, അച്ഛൻ ധാർമ്മിക ഗുരുവാണ്, അച്ഛൻ എത്തിക്കുന്ന ഗുരുവാണ് ജ്ഞാനിയായ ഗുരു. അത് ആ ഗുരു എന്ന് പറയുന്നത് ഉപാധ്യായൻ അല്ല. ഉപാധ്യായൻ എന്നാൽ അധ്യാപകനാണ്. ഗുരു എന്നാൽ ജ്ഞാനം, ആത്മവിദ്യ, തന്നിലുള്ള താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ആളാണ് ഗുരു. സാധാരണ അപരാവിദ്യകൾ വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ്. ഈ വ്യാവഹാരിക വിദ്യകളെല്ലാം പകർന്നു കൊടുക്കുന്നത് ഉപാധ്യായനാണ്, അധ്യാപകനാണ്. എന്നാൽ അങ്ങനെയുള്ള ആ ഉപാധ്യായന്മാരും ജ്ഞാനം പകർന്നു കൊടുക്കുന്നെങ്കിൽ അവർ ഗുരുവായി മാറുന്നു. ഈ ഗുരു എന്നത് ഒരു തത്വമാണ്. ഈ തത്വം ആരിലുണ്ടോ അവർ ഗുരു. ഈ തത്വമില്ലാത്ത ആൾ ഗുരു എന്ന് വിശേഷിപ്പിച്ചാൽ പോലും ഗുരുവല്ല, ഗുരു തത്വമാണ്. അവിടെ നേരത്തെ ഹനുമാൻ പറഞ്ഞതുപോലെ സ്ഥൂലത്തിൽ ഈ രൂപത്തിലുള്ള ഗുരുവും സൂക്ഷ്മത്തിൽ അത് തത്വമായും അത് കാരണത്തിൽ അത് സാക്ഷാൽ ചൈതന്യമായ ശുദ്ധബോധം ബ്രഹ്മമായും വർത്തിക്കുന്നു. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ഗുരു. ആ ബ്രഹ്മത്തിൻ്റെ ഗുരു സൃഷ്ടിയാണ് ആദിഗുരുവായ ദക്ഷിണാമൂർത്തി. അപ്പോൾ ഗുരു എന്നാൽ ബ്രഹ്മം. ആ ഗുരുവിൻ്റെ സൂക്ഷ്മഭാവം തത്വമായും അതിൻ്റെ സ്ഥൂലമായ ഭാവമാണ് നാം ഗുരു എന്ന് സങ്കല്പിച്ച് ഗുരുപൂജ ചെയ്യുന്ന, ഗുരുദക്ഷിണയൊക്കെ അർപ്പിക്കുന്ന ഗുരു. ആ ഗുരു മനസ്സിലാക്കേണ്ടത് വ്യാവഹാരിക ജീവിതം, ധാർമ്മിക ജീവിതം, ലൗകിക ജീവിതത്തിൽ വിജയം നേടുന്നതോടൊപ്പം അവന് അതിൽ വിജയിപ്പിക്കുവാൻ അവൻ്റെ ഉള്ളിലുള്ള ആ സ്വസ്വരൂപമായ ബ്രഹ്മചൈതന്യത്തെ തിരിച്ചറിയാൻ കൂടി പ്രേരിപ്പിക്കുന്നവനാവണം. അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇതാണ്.